ചോറിൻ്റെ കൂടെ ഇതുപോലൊരു ചമ്മന്തി നന്നായിട്ട് ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കിയേ. അടിപൊളിയാണേ. ഇതിൻ്റെ റെസിപ്പി കണ്ടാലോ? ഇതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ. ഒരു 10-15 നിലക്കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ചെറിയ ഉള്ളി വഴറ്റിയ ശേഷം ഒരു 6 വറ്റൽമുളക് ചേർക്കണ്ടേ. എരിവിന് വേണ്ടിച്ച് ഒരു 7-8 വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 6 ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 2 പിടിയളവ് നാളികേരം കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ ഇളക്കിയെടുക്കാം. ഇനി ചേർക്കേണ്ടത് പുതിനയിലയാണ്. പുതിനയില നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വെടിഞ്ഞ് ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചാൽ ഒരു 20 ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. ഇതിന്നൊരു 2 പിടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ചുരുങ്ങി വരും. ഈ സമയത്ത് ഒരു കഷ്ണ അളവിൽ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണ്ടേ. വെള്ളം പോരാത്തോണ്ട് ചീനിച്ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നരച്ചെടുത്ത് അടിപൊളി പുതിനയില ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ. വെള്ളവും കയ്യും ഒന്നും തൊടാതെ തന്നെ അരച്ചെടുക്കണ വെച്ച് ഒരു 3 ദിവസം വരെ ഫ്രിഡ്ജിൽ ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതിയാവും. അപ്പം എങ്ങനെയാ? ട്രൈ ചെയ്യല്ലേ?